അയൽക്കാരന്റെ പറമ്പിലൂടെ നമുക്ക് വഴിയവകാശം ലഭിക്കുമോ? അതായത് മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തൂടെ നമ്മുടെ സ്ഥലത്തേക്ക് പോവാനുള്ള വഴിയവകാശം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് അയൽക്കാരന്റെ വസ്തുവിലൂടെ നമുക്ക് വഴിയവകാശം ലഭിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ പേരിൽ ഒരു സ്ഥലമുണ്ട്, പക്ഷെ ആ സ്ഥലത്തിലേക്കുള്ള വഴി നമ്മുടെ ആധാരത്തിൽ പറഞ്ഞിട്ടില്ല. മുന്നാധാരത്തിലോ പട്ടയത്തിലോ നിലവിലുള്ള ആധാരത്തിലോ ഒന്നും തന്നെ നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി പറഞ്ഞിട്ടില്ല. നിലവിൽ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തുകൂടെയാണ്. അങ്ങനെ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വഴിയായി ഉപയോഗിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ? ഇതാണ് പലർക്കും അറിയാത്തതും പലരും ചോദിക്കുന്ന ഒരു സംശയവും. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി വെച്ചോളൂ. വഴിയെ സംബന്ധിച്ചുള്ള നമ്മുടെ അവകാശത്തെ നിയമം പറയുന്നത് ഈസ്മെന്റ് റൈറ്റ് എന്നാണ്. നമ്മുടെ പേരിൽ ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തിലേക്ക് വായു പ്രവേശിക്കുന്നതിനും വെള്ളം എത്തിക്കുന്നതിനും പ്രകാശം കടക്കുന്നതിനുമുള്ള എല്ലാ അവകാശവും ആ സ്ഥലം വാങ്ങിക്കുന്ന വ്യക്തിക്കുണ്ട്. സ്ഥലം വാങ്ങിക്കുന്ന വ്യക്തിക്കാണോ ഈ അവകാശങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആ സ്ഥലത്തിന് തന്നെ നിയമപരമായി ഈ പറഞ്ഞ എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന് മാത്രമേ ആ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലൂടെ നടക്കാവൂ എന്നല്ല. ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ വഴി ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. നിലവിൽ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന വഴി ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ആ വഴി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ആ സ്ഥലം വാങ്ങിക്കുന്ന വ്യക്തിക്കല്ല ആ വഴി ഉപയോഗിക്കാനുള്ള അവകാശം ലഭിക്കുന്നത്, ആ സ്ഥലത്തിനാണ് വഴി അവകാശം ലഭിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി ആധാരത്തിലോ മുന്നാധാരത്തിലോ പട്ടയത്തിലോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി അവകാശം നമുക്കുണ്ട്. ഇനി ആർക്കൊക്കെയാണ് ആ അവകാശം ഉള്ളത്? സ്ഥലം വിൽക്കുന്നവനുണ്ടാവും, സ്ഥലം വാങ്ങിക്കുന്നവനുണ്ടാവും. ഇനി ആ സ്ഥലം കൂട്ടവകാശത്തിലാണെങ്കിൽ അതിന്റെ അവകാശികൾ എല്ലാവർക്കും തന്നെ ആ അവകാശം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വഴിയവകാശം അഥവാ ഈസ്മെന്റ് റൈറ്റ് എന്ന് പറയുന്നത് ഒരു വസ്തു വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. അതായത് ആധാരത്തിലോ മുന്നാധാരത്തിലോ ഒന്നും വഴി പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു പൊതുവഴിയിൽ നിന്നും നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു വഴി രൂപപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ രൂപപ്പെട്ട വഴിയിലൂടെ നിങ്ങൾ തുടർച്ചയായി 20 വർഷം നടക്കുകയാണ് അഥവാ ഉപയോഗിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ വഴിയുടെ ഈസ്മെന്റ് അവകാശം ലഭിക്കും. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് അയൽക്കാരന്റെ പേരിലുള്ള സ്ഥലത്തൂടെയുള്ള വഴിയായിരിക്കുമല്ലോ. അങ്ങനെ അയൽക്കാരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തൂടെ നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള വഴി 20 വർഷമായി തുടർച്ചയായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് അയൽക്കാരന്റെ സമ്മതത്തോടു കൂടിയോ അല്ലെങ്കിൽ സമ്മതമില്ലാതെയോ ആവാം. അങ്ങനെ 20 വർഷം തുടർച്ചയായി നമ്മൾ ആ വഴി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വഴിയിൽ നമുക്ക് ഈസ്മെന്റ് അവകാശം ലഭിക്കും. ഇനി നിങ്ങളുടെ സ്ഥലം നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കുന്നയാൾക്കും ഈ ഈസ്മെന്റ് അവകാശം ലഭിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആ വഴിയിൽ ഇന്റർലോക്ക് ഇടാനോ അല്ലെങ്കിൽ ടൈലിട്ട് മോടി പിടിപ്പിക്കാനോ ഒന്നുമുള്ള അവകാശം ലഭിക്കില്ല. നിങ്ങൾക്ക് ആ വഴി നടക്കാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം മാത്രമാണ് ലഭിക്കുന്നത്. അങ്ങനെ തുടർച്ചയായി 20 വർഷം ആ വഴി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ഈസ്മെന്റ് അവകാശത്തിന്റെ ഭാഗമായി മാറും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മുടെ സ്ഥലത്തേക്കുള്ള വഴി നമ്മുടെ ആധാരത്തിലോ മുന്നാധാരത്തിലോ പട്ടയത്തിലോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ മറ്റൊരാളുടെ വസ്തുവിലൂടെയാണ് നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടിയുള്ള വഴി ഉപയോഗിക്കുന്നത് എങ്കിൽ അത് തുടർച്ചയായി 20 വർഷം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വഴി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഈസ്മെന്റ് അവകാശം ലഭിക്കും. അത് മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെങ്കിൽ അത് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന്റെ സമ്മതത്തോടുകൂടിയോ സമ്മതമില്ലാതെയോ ആവാം. സമ്മതമില്ലാതെ നമ്മൾ ആ തുടർച്ചയായി ആ 20 വർഷം ആ വഴി ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ഈസ്മെന്റ് അവകാശം ലഭിക്കും. അതിന് ഉടമസ്ഥന്റെ സമ്മതം വേണമെന്ന് നിർബന്ധമില്ല. പൊതു റോഡിൽ നിന്നും നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. നിലവിൽ നമ്മൾ അയൽക്കാരന്റെ വസ്തുവിലൂടെയാണ് നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ അത് അയൽക്കാരന്റെ സമ്മതത്തോടു കൂടിയോ സമ്മതമില്ലാതെയോ ആവാം.
20 വർഷം തുടർച്ചയായി അങ്ങനെ ആ സ്ഥലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് ഈസ്മെന്റ് റൈറ്റ് ലഭിക്കുന്നതാണ്. ആ അവകാശം നമുക്ക് നിയമപരമായി തന്നെ ലഭിക്കുമെന്ന് നിയമത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നിലവിൽ മറ്റൊരു വഴിയും കൂടി ഉണ്ട് എങ്കിൽ അങ്ങനെ 2 വഴിയുടെ അവകാശമൊന്നും നമുക്ക് ലഭിക്കുമെന്ന് കരുതണ്ട. നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ മാത്രമാണ് അയൽക്കാരന്റെ വസ്തുവിലൂടെ വഴി നടക്കുന്നതിനുള്ള അവകാശം നമുക്ക് ഈസ്മെന്റ് റൈറ്റായി ലഭിക്കുന്നത്. അതായത് നിയമം പറയുന്നത് നിങ്ങളുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വഴി വേണമല്ലോ പ്രവേശിക്കുന്നതിന്. അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ നിങ്ങൾക്ക് ഈസ്മെന്റ് അവകാശം ലഭിക്കും എന്നാണ്. അതായത് നിലവിൽ മറ്റൊരു വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ 20 വർഷമായി മറ്റൊരാളുടെ പറമ്പിലൂടെ വഴി നടക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിൽ നിങ്ങൾക്ക് ഈസ്മെന്റ് അവകാശം ലഭിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് വഴി അവകാശം ലഭിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി മുന്നാധാരത്തിലോ ആധാരത്തിലോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി അവകാശം നമുക്ക് ലഭിക്കും. നിലവിൽ തുടർച്ചയായി 20 വർഷം ഉപയോഗിക്കുന്ന വഴിയിലായിരിക്കും നമുക്ക് വഴി അവകാശം അഥവാ ഈസ്മെന്റ് റൈറ്റ് ലഭിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.